കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ദാമ്പത്യപൂജ നടത്തിയിട്ടെങ്കിൽ എന്തെങ്കിലും നടക്കുന്നു കരുതി, അതും ചീറ്റി. എന്റെ ചക്കരക്കുട്ടി എന്ത് ചെയ്യാനാവോ, നോക്കിക്കളയാ. എന്താ? അല്ല, ഇത് കെട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്തതാ. തിരിഞ്ഞില്ലേ? ഞാൻ വിളിച്ചോ ഹെൽപ്പ് ചെയ്യാൻ? അല്ല, വിളിക്കണമെന്നില്ലല്ലോ. ഒരു ഭാര്യയുടെ ആവശ്യങ്ങൾ അറിഞ്ഞു ചെയ്യേണ്ടത് ഭർത്താവല്ലേ? ഇതാണോ ഭർത്താവാകാനുള്ള യോഗ്യത? അവിടെ എന്തോ നടക്കുന്നുണ്ടല്ലോ. എന്ത്? അല്ല, ഇതിങ്ങനെ കെട്ടാൻ പഠിക്കുന്നത്? അല്ല, അതൊരു യോഗ്യതയാണല്ലോ. എന്നാ ഇയാളൊന്ന് കെട്ടിത്തന്നെ. ഇത് കുഴപ്പാ, കംപ്ലീറ്റ് കുഴപ്പാ. ഭാമാന്റെ വിളിച്ചില്ലെങ്കിൽ കയ്യിന്ന് പോവും. കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. എന്തായി കാണിച്ച? മനസ്സിലായില്ല. ഭാമാന്റെ ഇതെവിടെ പോയി? എന്താ? ഞാനേ കാണുമായിരുന്നു. എന്ത്? ഓരോ ദിവസവും ഈ അഴകിങ്ങനെ കൂടി വരുന്നത്. കള്ളം പറയണ്ട. ആര് കള്ളം പറഞ്ഞേ? എന്താ? ഇത് കണ്ടോ, നല്ല റോസാപ്പൂ ഇതള് പോലെ. പിന്നെ ഈ ഉണ്ടക്കണ്ണു. ഒന്ന് പോ വിഷ്ണുട്ടാ.
ഓ വിഷ്ണുവേട്ടാ. ആന്റി ആന്റി സത്യ ആന്റി, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. എന്റെ വാക്ക് തട്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അനുഭവിച്ചിരിക്കും. അത് മകനായാലും ശരി മരുമകളായാലും ശരി. നടന്നിട്ടുണ്ടെങ്കിലെന്നല്ല, നടന്നുകൊണ്ടിരിക്ക. സംശയം ഉണ്ടെങ്കിൽ ആന്റി വാ, ഞാൻ കാണിച്ചു തരാം. വാ. ഇയാളെന്തായി കാണിച്ച്? ഇയാളെന്താ കാണിച്ച്? അത് പിന്നെ ഒരു മുദ്ദുക്കാവ് ഒരെണ്ണം. അതെ, സത്യാമ്മ അറിഞ്ഞാലേ മുത്തുകവ് ഒന്നല്ല, മൊത്തമായിട്ട് കിട്ടും. ഓ പിന്നെ ഇത് എവിടെ പോണ്? പോവല്ലേ? ഭക്ഷണമൊക്കെ കൃത്യസമയത്ത് കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ദേ, സത്യാമ്മയെ കാണുന്നില്ല എന്നുള്ള വിഷമമൊന്നും വേണ്ട. ആ ദേ, പറഞ്ഞിട്ട് കേട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുവേ. നല്ല ചുട്ടടി വെച്ച് തരും ഞാൻ. പറഞ്ഞില്ല എന്ന് വേണ്ട. ആ ആ പ്രീതി, ഞാൻ ഇപ്പൊ അങ്ങോട്ട് വിളിക്കാമേ. എന്താ സത്യാമ്മേ? നാടകം കളിക്കുന്നോടി. നാടകോ? എന്ത് നാടകം? നീ കൂടുതൽ അഭിനയിക്കൊന്നും വേണ്ട. വിഷ്ണു എവിടെ? വിഷ്ണു വിട്ടനോ? ഇവിടെ ഇല്ലല്ലോ. ഇവള് കള്ളം പറയാ ആന്റി, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. നീ നിന്റെ കണ്ണുകൊണ്ട് എന്ത് കണ്ടെന്നാ സുസ്മിതേ? സത്യാമ്മേ, എന്നോടുള്ള വിരോധം കൊണ്ട് സത്യാമ്മ എന്തോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുവന്നിരിക്കുക ഇവള്. ധാരണയാണോ തെറ്റിദ്ധാരണയാണോ എന്നൊക്കെ നമുക്ക് നോക്കാം. ആ വിഷ്ണു, വിഷ്ണു, എടാ വിഷ്ണു. എന്റെ ദേഹമേ പിടി വീഴൂ. വിഷ്ണു, വിഷ്ണു, ആന്റി അവിടെ ഇല്ലേ? ഇല്ല. ഞാൻ കാണിച്ചു തരാം, ഇവിടെ തന്നെ ഉണ്ടാവും. ശ്ശെ. ഈശ്വര, ചതിച്ചോ? ഇവിടെ തന്നെ ഉണ്ടായിരുന്ന ആന്റി. എന്താ ഇത് സുസ്മിതേ? സത്യാമ്മ ഇങ്ങനെ വെട്ടിയാക്കിയിട്ട് മതിയായില്ലേ നിനക്ക്? ഞാൻ വിഡ്ഢിയാക്കിയതൊന്നും അല്ല, ഈ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു വിഷ്ണുവേട്ടൻ. എന്താ അവിടെ? ഇതെന്താണ് ഇവിടെ? എന്റെ ശാലി ഭക്ഷണം എടുത്തു വെക്കുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാരും ഇവിടെ വന്ന് നിൽക്കണേ. അല്ല വിഷ്ണുവേട്ടൻ ഇതിപ്പോ എവിടുന്നാ വരുന്നേ? ഞാൻ ഇത്ര നേരം ഡൈനിങ് ടേബിളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അച്ഛനുണ്ടല്ലോ അവിടെ. അല്ല ആന്റി, അങ്ങനെ അല്ല. അല്ല, എന്താ പ്രശ്നം? എന്താ എനിക്ക് മനസ്സിലായില്ല. ഞാൻ പറയാം വിഷ്ണുവേട്ടാ. ഞാൻ ഇവിടെ പ്രീതിയെ ഫോൺ ചെയ്തോണ്ട് നിൽക്കുമായിരുന്നു.
അപ്പൊ വിഷ്ണുവേട്ട റൂമിലുണ്ടെന്നും പറഞ്ഞ് ഇവള് ബഹളം വെച്ച് സത്യാമ്മയെ കൂട്ടിക്കൊണ്ടു വന്നു. സുസു ഓരോന്ന് പറഞ്ഞിട്ടുണ്ടാക്കല്ലേ. ഞാൻ താഴെ നിൽക്കുന്നത് കണ്ടാണല്ലോ ഇവള്. ആ അതാ സുസ്മിത. അയ്യോ ആന്റി, ചുമ്മാ നുണ പറയാ ഇവര്. ആ നോണ പറഞ്ഞത് ആരാന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. വിഷ്ണു, നീ വാ, അങ്ങോട്ട് വാ. നിനക്ക് ഞാൻ ഭക്ഷണം വിളമ്പി തരാം. വാ, നീയും വാ, നിനക്കും വിളമ്പി തരുന്നുണ്ട് ഞാൻ. വാ, വാടാ. ഞാൻ വരാം. ആന്റി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ആന്റി, വിഷ്ണു, ഇങ്ങോട്ട് വരാൻ. വരുന്നു. അതെ, നിന്നോട് പറഞ്ഞത്. വരുന്നു. ഓക്കെ ഓക്കെ. അവൾ എങ്ങോട്ട് പോയെന്ന് വല്ല പിടിയുണ്ടോ? എവിടെയും പോയി തൊല്ലേട്ട കൃഷ്ണൻകുട്ടി ചേട്ടാ. അവൾ ഈ ബുദ്ധി നേരത്തെ കാണിച്ചിരുന്നെങ്കിലേ ആ ചിദംബരം മുതലാളിയുടെ മകള് സുവർണയായിട്ടുള്ള കല്യാണം അങ്ങ് നടന്നുപോയേനെ. അവരുടെ മുന്നിൽ ആകെ നാണം കെട്ട് നാറി. രാജീവ് കോളേജിൽ നിന്ന് തിരികെ വരുമ്പോ എന്ത് സമാധാനം പറയും വിജയേ? തന്നിഷ്ടപ്രകാരം ഇറങ്ങിപ്പോയതല്ലേ, അതിന് നമ്മൾ എന്ത് ചെയ്യാനാ? അല്ല, അവള് പോയാ പിന്നെ ഇവിടത്തെ ജോലിയൊക്കെ? ഓ, അതൊക്കെ എങ്ങ് നടന്നോളൂ. നടന്നോളൂ എന്ന് പറഞ്ഞ എനിക്ക് ബെഡ് റെസ്റ്റ് നിർബന്ധമാണെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. രാജീവിനാണെങ്കിൽ കോളേജിൽ പോണം. ഒരത്യാവശ്യം എന്ന് വന്നാ കൃഷ്ണൻകുട്ടി ചേട്ടൻ അടുക്കള കയറൂലേ? വിജയലക്ഷ്മി, നീ പിന്നെയും അടുക്കള ജോലി എന്റെ തലയിൽ വെച്ച് ഏൽപ്പിക്കുകയാണോ? തക്കലയിലായിരുന്നപ്പോ കൃഷ്ണൻകുട്ടി ചേട്ടന് കൃഷിപ്പണിയൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ചുമ്മാതിരുന്നാലേ കൊളസ്ട്രോളും ഷുഗറും ഒക്കെ ഒന്ന് കേറും. ആ, കൃഷ്ണൻകുട്ടി ചേട്ടനൊന്ന് സമാധാനിക്കും. നമ്മുടെ രാജീവിനെ ചിദംബരം മുതലാളിയുടെ മോളെ പോലൊരു പെണ്ണിനെ കിട്ടിയാ നമുക്കിവിടെ ജോലിക്ക് എത്ര പേരെ വേണമെങ്കിലും നിർത്താം. അതൊക്കെ ഇനി നടക്കുവോ? എനിക്ക് സംശയമാ. കൃഷ്ണൻകുട്ടി ചേട്ടാ, അവനും അവളും തമ്മിൽ ഇതുവരെ ഒന്നിച്ചു കഴിഞ്ഞിട്ടില്ല. പെണ്ണ് കെട്ടി 2-3 പിള്ളേരായവരെ വരെ എടുത്താ പൊങ്ങാത്ത സ്ത്രീധനവും വാങ്ങി കൊള്ളാവുന്ന വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കുമ്പോഴാ പിന്നെയാ ഇത്. നമ്മുടെ രാജീവേ ഒന്നാന്തരം ഒരു കോളേജ് ലെക്ചറല്ലേ? രാജീവ് ഇത്ര പെട്ടെന്ന് മടങ്ങി വന്നു? ഏയ്, അത് രാജീവിന്റെ കാറല്ല, വേറെ ആരുടെയോ. അതാരാ അത്? കണ്ടു നല്ല പരിചയം തോന്നുന്നുണ്ട്, എന്നാൽ അങ്ങോട്ട് ഓർമ്മ വരുന്നതുമില്ല. വാ മോളെ, വേറൊരാൾ കൂടെ ഉണ്ടല്ലോ. വാ മോളെ. കൃഷ്ണൻകുട്ടി ചേട്ടാ, നമ്മുടെ ശനി ഒഴിഞ്ഞു പോയിട്ടില്ല. ഇപ്പൊ മനസ്സിലായി ആള്, ഇതവളുടെ അപ്പനാ. ശാലിനിയുടെ കല്യാണത്തിന്റെ അന്ന് കണ്ടത് ഓർമ്മിക്കുന്നില്ലേ? അച്ഛനല്ലേ കൂടെ ഉള്ളത്? വാ. ഇയാള് വേറെ ഏതോ ബന്ധത്തിലല്ലേ ഇപ്പോ? അതെ, രാജേശ്വരിയുടെ ഒപ്പം ഇപ്പോ. മനസ്സിലായി മനസ്സിലായി മനസ്സിലായി.
എവളെന്തിനാ ഇയാളെയും കൂട്ടി വന്നത്? ആ നമുക്ക് നോക്കാം. നമസ്കാരം കൃഷ്ണൻകുട്ടിയേട്ടാ. എന്നെ മനസ്സിലായോ? ആളെ മനസ്സിലായി, പക്ഷേ പേരങ്ങോട്ട്. ഗോപാലകൃഷ്ണൻ. ആ ഗോപാലകൃഷ്ണൻ, അത് തന്നെ. മരുമകളുടെ അച്ഛന്റെ പേര് ചോദിച്ചു മനസ്സിലാക്കി എടുക്കേണ്ടി വരിക എന്ന് പറഞ്ഞാ അത് കഷ്ടമാണേ. ഇവളെ എവിടുന്ന് കിട്ടി? ഇവിടുന്ന് ചോദിക്കുകയും പറയുകയും ചെയ്യാതെ ഇറങ്ങിപ്പോയ പെണ്ണാ. ഇവള് പെട്ടെന്ന് വീട് വരെ ഒന്ന് വന്നതാ. എന്താണാവോ ഇത്ര വലിയ അത്യാവശ്യം? അല്ല, മോക്ക് അമ്മയെ കാണണമെന്ന് തോന്നിയതാ. അമ്മയെന്ന് പറഞ്ഞാ ശാരദാമ്മയോ അതോ രാജേശ്വരിയോ? ശാരദയെ തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. ആരുടെ അമ്മയെ കാണാനായാലും പറഞ്ഞിട്ട് പോകാനുള്ള മര്യാദ വേണം. പറഞ്ഞിട്ട് കാര്യമില്ല വിജയലക്ഷ്മി, ചൊല്ലും വിളിയും കിട്ടി വളർന്ന കുട്ടികളല്ലല്ലോ. അങ്ങോട്ടിരിക്കാം. അയ്യോ അത് മറന്നു കേട്ടോ. ശാരികയുടെ അച്ഛൻ ആദ്യമായിട്ട് വരികയല്ലേ, ഒന്ന് നന്നായി സൽക്കരിച്ചല്ലേ വിടാൻ പറ്റൂ. ഇങ്ങോട്ട് ഇരിക്കുന്നേ. ഇരുന്നോ. ഊണൊക്കെ കഴിപ്പിച്ചിട്ടേ ശാരികയുടെ അച്ഛനെ ഇന്ന് ഇവിടുന്ന് വിടൂ. ഇപ്പൊ തൽക്കാലം കുടിക്കാൻ എന്താ വേണ്ടത്? ചായ, കാപ്പി, ജ്യൂസ്. ജ്യൂസ് ആണെങ്കിൽ പലതരം ഉണ്ട്. ഓറഞ്ച്, ആപ്പിള്, ലെമൺ, മൊസംബി. ആ കരിക്കും വെള്ളം വേണേ അതും എടുക്കാം. പിന്നെ പുതിയൊരു തരം സർബത്തുണ്ടല്ലോ കൃഷ്ണൻ കുടിച്ചേട്ടാ, വഴിവക്കത്തൊക്കെ ബോർഡ് എഴുതി വെച്ചിരിക്കുന്നേ. കുലുക്കി സർബത്ത്. അത് വേണേ അതും എടുക്കാം. ഞാൻ അച്ഛന് ചായ എടുക്കാം. വേഗം എടുത്തോണ്ട് പോവാ മോളെ. ഒരു നീരസത്തിലോ പിണക്കത്തിലോ അല്ല എന്റെ സംസാരം. ഇതൊരു അച്ഛന്റെ അപേക്ഷയായിട്ട് കണക്കാക്കിയാൽ മതി. ഞാൻ പറഞ്ഞത് തെറ്റായി വ്യാഖ്യാനിക്കരുത്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ കൃഷ്ണൻ കുടിച്ചേട്ടാ, അവള് നമ്മളോട് എന്തോ പിണക്കത്തിലാ, മുഖം കുത്തി വീർപ്പിച്ചോണ്ട് ഇറങ്ങിപ്പോയിരിക്കുന്നേന്ന്. അതിന്റെ പേരിൽ ഇനി ഇവിടെ ഒരു സംസാരമോ കുറ്റപ്പെടുത്തലോ ഉണ്ടാവരുത്. ഒന്ന് ഒളിച്ചു വെക്കണ്ടെന്ന് കരുതി ഞാൻ പറഞ്ഞേ ഉള്ളൂ. ശരിയാ ഗോപാലകൃഷ്ണ, മകള് ജീവിച്ചിരിക്കെ അവളുടെ ഭർത്താവിന് വേറൊരു പെണ്ണുമായി ബന്ധം ആലോചിക്കുന്നത് ഏതൊരു അച്ഛന്റെയും നെഞ്ചു പൊളിക്കും. ഞങ്ങൾ ഈ നാട്ടുകാരല്ല, പറഞ്ഞു കേട്ടൊരു കഥയാ. ഒരു 18 വർഷം മുൻപ് ഇവിടെ നടന്നത്. 3 പെൺമക്കളെ പ്രസവിച്ച ഭാര്യ ഉപേക്ഷിച്ച് ഒരു മാന്യൻ ഒരു സുപ്രഭാതത്തിൽ വേറൊരു സ്ത്രീയുടെ കഴുത്തിൽ താലി കെട്ടി. ഉപേക്ഷിച്ച് കളഞ്ഞ സ്ത്രീയുടെ പേര് ശാരദ എന്നാണെന്നാണ് എന്റെ ഓർമ്മ. അന്ന് ശാരദയുടെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ ഇതുപോലെ നെഞ്ചു പൊള്ളിയാന്. ഇവിടെ രാജീവനും ശാരികയ്ക്കും കുട്ടികളൊന്നുമില്ല. തുറന്നങ്ങ് പറഞ്ഞ അവരിതുവരെ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടുമില്ല. സ്വന്തം കണ്ണിലെ കമ്പെടുത്ത് മാറ്റിയിട്ട് പോരേ ഗോപാലകൃഷ്ണ, മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുക്കുന്നത്. കൃഷ്ണൻകുട്ടിയേട്ടാ, ഞാൻ നിങ്ങൾ ചെയ്തതിന്റെ ഒക്കെ തിരിച്ചടിയാ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് ദൈവമായിട്ട് നിങ്ങൾക്ക് തരുമ്പോ ഞങ്ങളെ കുറ്റപ്പെടുത്താൻ ഒരു അവകാശവും ഇല്ല. വാസ്തവത്തിൽ ഞങ്ങൾ ഇതിൽ വന്ന് പെട്ടുപോയതാ.
ഞങ്ങൾ ആദ്യം പരിചയപ്പെടുന്നത് നിങ്ങളുടെ രണ്ടാം ഭാര്യ രാജേശ്വരിയെയാ.